look at you and it's easy to see you are that someone I've been trying to meet. I got your number, won't you pick up the phone? ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് മൂവി. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ക്യാപ്ഷനിലും തമ്പനയിലൊക്കെ കണ്ടതുപോലെ തന്നെ പാക്കിംഗ് മൈ ബാഗ് ഫോർ എ 3-day ട്രിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾ ഈ ക്യാപ്ഷനൊക്കെ വായിക്കുമ്പോഴല്ലേ തമ്പനയിൽ കാണുമ്പോഴൊക്കെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ട്രിപ്പോ എന്ന് ചിന്തിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റിലേക്കൊന്നും പോകരുത്. എന്തായാലും ഇവിടം വരെ കണ്ടതല്ലേ, അപ്പോൾ ആ ഫ്ലോയ്ക്ക് അങ്ങ് ബാക്കി കൂടെ കണ്ടുപോകാം. ആൻഡ് ബിഫോർ ദാറ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആസ് യൂഷ്വൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് കമ്മിങ് ടു ദ വീഡിയോ, ആദ്യം തന്നെ ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കണം, എന്തൊക്കെ പാക്ക് ചെയ്യണം എന്നൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. എനിക്കിങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ എല്ലാം സെറ്റാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ ഐറ്റംസ് വാങ്ങാനുണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കണം. ഇതൊരു 3-day ട്രിപ്പാണ്, 3-day പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കണം എന്ന് ആദ്യം തന്നെ ഞാനൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. വാങ്ങാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ്. ആൻഡ് ദിസ് ഈസ് മൈ ബാഗ്. ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ്. ഞാൻ പറഞ്ഞൊരു 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അത്രയും ഐറ്റംസ് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഗ് എടുത്തത്. ഇത് ഓൾറെഡി എൻ്റെ ഒരു ട്രാവൽ ബാഗാണ്. എൻ്റെ ഫാദറിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ഫാദറിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ അനദർ ബാഗ്. ഇത് എൻ്റെ സ്കൂൾ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ സൈഡ് ബാഗാണ്, ജസ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബാഗിൽ വെക്കാനുള്ള ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. എൻ്റെ 2024 പ്ലാനർ, പിന്നെ കുറച്ച് നോട്ട് ബുക്സ്, ഇത് കുറച്ച് ബുക്കൊക്കെയാണ്. പിന്നെ എൻ്റെ പേഴ്സ്, പൗച്ച്, പേസ്റ്റും ബ്രഷും, എൻ്റെ സ്പെക്സ്, എയർപോഡ്, ചീപ്പ്, ആക്സസറീസ്, ഈ ഐലൈനർ, അങ്ങനത്തെ കുറച്ച് എപ്പോഴും മീൻസ് ഫസ്റ്റ് എടുക്കേണ്ട ഐറ്റംസ് എല്ലാം ഈ ഒരു ബാഗിലാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത്. ദെൻ ഡ്രസ്സ് ഐറ്റംസും ബാക്കിയെല്ലാം ഈ ഒരു ബാഗിൽ. ഇപ്പോൾ ഒരു 3 ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എത്ര എടുത്തു? 1, 2, 3, 4, 5 ജോഡി ഡ്രസ്സ് ഞാനിപ്പോൾ നിലവിലെടുത്തിട്ടുണ്ട്. പിന്നെ ടവല്, തോർത്തൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം ഇനി ഈ ഒരു ബാഗിലാക്കി സെറ്റാക്കണം. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, ലൈക്ക് അടിക്കൂ. ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ സ്പോട്ടിൽ പറഞ്ഞുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. ഞാനത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് പ്ലേ ചെയ്തപ്പോഴാണ് സൗണ്ട് തീരെ കുറവാണെന്ന് മനസ്സിലായത്. സോ പ്ലീസ് എക്സ്ക്യൂസ് ദ സൗണ്ട് ക്വാളിറ്റി. ആൻഡ് ഫൈനലി എനിക്ക് പോകേണ്ട ദിവസം വന്നു. ബാഗ് പാക്ക് ചെയ്ത് എല്ലാം സെറ്റായി. ഫസ്റ്റ് ഡേ ഔട്ട്ഫിറ്റ് ഞാൻ ഇതാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ എൻ്റെ ബാഗൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ആൻഡ് രാവിലത്തെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ പോകാൻ റെഡിയായി പോവുകയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കോളേജ് ഗേൾസ് എടുത്തൊരു റീലിൽ അവർ പറയുന്ന പോലെ പോകാണ്, നമ്മൾ പോകാണ്, കോളേജ് വിട്ടിട്ട് പോകാണ്, അതുപോലെ ഞാനും പോവാണ്. Could've chosen anyone but I choose you. Hop back in your car, top down. There's no stopping us, 'cause we own this town. Never knew I could have such fun. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ലൊക്കേഷനിലെത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യേണ്ട ഒരു സ്ഥലം. ആൻഡ് ഇനി ഞാൻ പറയാം ഞാൻ എന്തിനാണ് എവിടെയാണ് ഒക്കെ വന്നതെന്നൊക്കെ. ആൻഡ് ദിസ് ഈസ് ഫോർ എ 3-day ജോബ് ട്രെയിനിങ് പ്രോഗ്രാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷിൻ്റെ ഒരു ലാംഗ്വേജ് പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള 3-day ജോബ് ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ വന്നിട്ടുള്ളത്. രാവിലെ മീൻസ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതിൻ്റെ ഒരു പ്രഹസനമൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ 3 ഡേ അങ്ങ് നാട് വിട്ട് പോവാന്നൊക്കെ. ആൻഡ് ആക്ച്വലി ഇതാണ് കാര്യം. ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്തു, റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിരുന്നു. സോ അവിടെ സ്റ്റേ ചെയ്ത് വേണം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ. ആക്ച്വലി ഇത് ശരിക്കും നോക്കിയാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇതൊരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയതുകൊണ്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യണം. ആൻഡ് എല്ലാം
കേരള സർക്കാർ ഗവൺമെൻറ് ആയിരുന്നു ഫ്രീ ഫുഡ്, ഫ്രീ സ്റ്റേ ആൻഡ് ട്രെയിനിങ് എല്ലാം. അങ്ങനെ അവിടെ വന്ന് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ ബാക്കി പാർട്ടിസിപ്പൻസ്, ബാക്കി ടീച്ചേഴ്സൊക്കെ എത്തി. പിന്നെ നമ്മുടെ DD ആൻഡ് ഗസ്റ്റായിട്ടുള്ള സാറുമാരും എല്ലാവരും എത്തി. ക്ലാസ്സും പ്രസൻറ്റേഷനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും എല്ലാം കഴിഞ്ഞ് കുറേ ഒരു ഉച്ചവരെയുള്ളൊരു സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ്, ലഞ്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് റൂമിൻ്റെ കീ ഒക്കെ കിട്ടിയത്. പോയി ഫ്രഷ് ആവാനും ബാഗൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള കീ കിട്ടിയത്. നല്ല കിഡിലൻ ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. ഒരു 3 ദിവസത്തെ പ്രോഗ്രാം, അതായത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച്, ഡിന്നർ എല്ലാം നല്ല കിഡിലനായിരുന്നു. പിന്നെ ആ ഒരു 3 ദിവസത്തെ ട്രെയിനിങ്ങും എടുത്തു പറയാനില്ല, നല്ല രസമുള്ള ട്രെയിനിങ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഒരുപാട് പേര്, പരിചയമില്ലാത്ത കുറേ പേര് പരിചയപ്പെടുന്നത് മാത്രമല്ല, ആ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് കൂടെയുള്ളവരായാലും പഠിപ്പിച്ച സാറുമാരാണെങ്കിലും അവിടെ ആ ഒരു റൂമും അറ്റ്മോസ്ഫിയറും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ട്രെയിനിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് നല്ലോണം നീണ്ടുപോകും. ഒരു 3 ദിവസത്തെ കാര്യങ്ങൾ മൊത്തം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. മീൻസ് ഡേ 1 കാര്യങ്ങൾ, അവിടെ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ടും കുറേ ഡെമോ ക്ലാസ്, ടോപ്പിക് പ്രസൻറ്റേഷൻസ്, പിന്നെ അതുപോലെ നമ്മളൊരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ നേരെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.